സി കൃഷ്ണകുമാർ NN കൃഷ്ണദാസിന്റെ കൈ കാണിച്ചപ്പോൾ തിരിച്ച് ഒരു കൈ കാണിക്കലുണ്ടായില്ല. നേരത്തെ നിങ്ങൾക്ക് ഉണ്ടായ സമാനമായ അനുഭവം. അപ്പൊ അന്നത്തെ CPM നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണം ഇപ്പൊ എടുത്ത് പ്ലേ ചെയ്താൽ മതി എന്റെ പ്രതികരണമായിട്ട്. ശരി ശരി ശരി, ഏതായാലും സന്തോഷം. ഏതായാലും ഇനി പറഞ്ഞോ ഗോകുൽ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. രാഹുൽ എന്താണ് പറഞ്ഞത്? രാഹുൽ ഇനി അടുത്ത അതായത് NN കൃഷ്ണദാസിന്റെ വിഷയമാണ് ഞാൻ കുറച്ചു മുമ്പുണ്ടായ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ ഇതിന് സമാനമായ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എന്താണോ CPM നേതാക്കൾ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ എന്റെ പ്രതികരണം. അതെടുത്ത് പ്ലേ ചെയ്താൽ മതി എന്നാണ് രാഹുൽ പറഞ്ഞത്. ഏതായാലും രാഹുൽ അടുത്ത ബൂത്തുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 93ാമത്തെ ബൂത്ത് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ബൂത്തിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ബൂത്തുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വീണ്ടും നമുക്ക് ആ ബൂത്തിന്റെ ഭാഗത്തേക്ക് പോവാം. അവിടെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ 1.11% ഒരു മണിക്കൂറിൽ ആദ്യ മണിക്കൂറിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ ആദ്യത്തെ കുറച്ച് സമയത്ത് മാത്രമായിരിക്കും എന്ന് കരുതേണ്ടി വരില്ലേ? 1.11 എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ സ്വാഭാവികമായും അതിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ പോളിംഗ്. അതൊരു പ്രാഥമികമായ കണക്കായിരിക്കാം അല്ലെ? ഇനി ആ കണക്കൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് വരാനുള്ളൊരു താമസമായിരിക്കാം അല്ലേ? നമുക്ക് ബൂത്തുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ നിര ക്യൂ തന്നെ കാണാൻ കഴിയും. വരുന്ന സമയത്തൊക്കെ തന്നെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്, കൂടുതൽ നീണ്ട നിരകളാകുന്നുണ്ട്. സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ ഇനിയും ഉയരും.